നമസ്കാരം. ഇന്ന് അനുഭവങ്ങൾ പങ്കിടുവാനെത്തിയിരിക്കുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള നീലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന വസന്തവിഹാർ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്ററായ ശ്രീ RV പൈസാറാണ്. അദ്ദേഹത്തിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പം ഈ ഹോട്ടൽ വ്യവസായം എന്ന് പറയുമ്പോൾ വളരെ റിസ്ക് പിടിച്ചൊരു വ്യവസായമാണ്. ഈ വ്യവസായത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ അച്ഛൻ ഹോട്ടൽ വ്യവസായമായിരുന്നു. അതിന് അച്ഛൻ്റെ കാലശേഷം ഇതായിട്ട് തുടങ്ങി. അങ്ങനെ ഇതെന്നെ പാരമ്പര്യമായിട്ട് വന്നു. അപ്പോൾ ഇപ്പം ഈ ഫീൽഡിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, പ്രതിസന്ധി തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു സാറിന്? ആദ്യ കാലഘട്ടം നല്ലതായിരുന്നു, നല്ലൊരു ഫീൽഡായിരുന്നു. അപ്പം സാറിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ്സിലേക്ക് കിടക്കുന്നത്? 18ാമത്തെ വയസ്സ്. ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയല്ലേ? ഇത്ര ചെറുപ്പത്തിൽ നടത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബിസിനസ്സിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു? ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ധാരാളം, ഒരുപാട്. ഒന്ന് പറയുക, എന്തൊക്കെയാണ് സാധിച്ചതെന്ന് പറയാം. ഒരുപാട് വെച്ചാൽ കുറേ പൊതുജനങ്ങളിൽ നിന്ന്, പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് കുറച്ച്, അതൊക്കെ ആദ്യം ഒന്നും അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണല്ലോ, ഒന്നും അറിയില്ല. പിന്നീട് വളർന്നു വന്നു. അപ്പോൾ ഈ ആദ്യം തുടങ്ങുന്നത് എവിടെയാണ് നമ്മളുടെ സ്ഥാപനം? കാഞ്ഞങ്ങാടായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് ഇപ്പോഴും അവിടെയുണ്ട്. ജനിച്ച് വളർന്നൊക്കെ കാഞ്ഞങ്ങാടാണ്, പഠിച്ചതൊക്കെ കാഞ്ഞങ്ങാടാണ്. അപ്പോൾ അവിടെ തന്നെയായിരുന്നു അച്ഛൻ തുടങ്ങിയതല്ലേ? അപ്പം ആ തുടക്കത്തിലുള്ള ആ ഒരു സെറ്റപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? തുടങ്ങുമ്പോൾ ചെറിയൊരു കട, സാധാരണ ഹോട്ടൽ. അവിടെ ആശുപത്രി അടുത്താണ്. കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ കഴിയുമ്പോൾ ആ ബിൽഡിങ്ങൊക്കെ മാറ്റി ഒരു പുതിയ ബിൽഡിങ് കെട്ടി. കൂടെ അനുജന്മാരൊക്കെ ഉണ്ടായിരുന്നു. സാറാണോ വീട്ടിലെ മൂത്തയാൾ ഞാനാണ്. അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഒരു ലോഡ്ജും ഒരു വെജ് റെസ്റ്റോറൻ്റായിട്ട് തുടങ്ങി. ഫസ്റ്റ് സ്റ്റാർട്ടിങ് 1987 തുടങ്ങിയത്. 87 അങ്ങനെ 4 വർഷം അത് കണ്ടിന്യൂ ചെയ്തു. പിന്നീടത് വിൽക്കേണ്ടി വന്നു. ഈ ഹോട്ടൽ നഷ്ടത്തിലായിരുന്നില്ല, മൊത്തം ലോഡ്ജിൻ്റെ അക്കൗണ്ടൊക്കെ നോക്കുന്ന സമയത്ത് ലോസായിരുന്നു. അങ്ങനെ അത് വിറ്റിട്ടാണ് നീലേശ്വരത്തേക്ക് വന്നത്. ഇപ്പോൾ താമസമെല്ലാം നീലേശ്വരത്തേക്ക് മാറ്റി. അപ്പോൾ ഈ നീലേശ്വരത്ത് വന്നിട്ട് തുടങ്ങിയായിരുന്നല്ലേ ഹോട്ടൽ? അതെങ്ങനെയായിരുന്നു? നീലേശ്വരം വന്ന് ഒരു 2 വർഷം ബിസിനസ്സേ ഇല്ലായിരുന്നു. പിന്നെ എന്നാലും വിട്ടുപോയില്ല. 3ാമത്തെ വർഷം മുതൽ വളരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം നല്ല ലെവലിലെത്തി. ജനങ്ങൾക്ക് നല്ല സഹകരണമുണ്ട്. പിന്നെ ഈ നീലേശ്വരത്ത് മറ്റേ സ്റ്റാഫും നല്ല സ്റ്റാഫായിരുന്നു. അവരൊക്കെ സഹകരണത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളത്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ ഈ നിലയിലെത്താനുള്ള, അല്ലേ? അല്ലെങ്കിൽ ആവില്ല. ഈ നീലേശ്വരത്തോട്ട് മാറ്റാൻ ആരെങ്കിലും നമ്മളെ നിർദ്ദേശിച്ചായിരുന്നു? എൻ്റെ സ്വന്തം അമ്മാവൻ നിർദ്ദേശിച്ചു. എന്ത് പറഞ്ഞു? നീലേശ്വരം മുമ്പുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ അത് ബിൽഡിംഗ് ഓണർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് വിട്ടുകൊടുത്തിട്ട് വീണ്ടും കാഞ്ഞങ്ങാടേക്ക് പോയതാണ്. അതിനുശേഷം ഈ ബിൽഡിംഗ് ഓണർ നടത്തി, അവർക്ക് പരാജയം സംഭവിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു തന്നു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് തന്നത് വെച്ച് പിന്നെ അങ്ങ് തുടങ്ങി. അതായിരുന്നു സാറിൻ്റെ സക്സസ് അല്ലേ? അത് എവിടെയായിരുന്നു? നീലേശ്വരത്ത് എവിടെ? നീലേശ്വരം രാജാ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, മന്നൻപുറത്ത് കാവിൻ്റെ അടുത്ത്. അപ്പം അവിടെ നിന്നുള്ള തുടർച്ചയിൽ ഇപ്പം നമുക്ക് 2 ബ്രാഞ്ചും കൂടെ നീലേശ്വരത്തല്ലേ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഇപ്പം ലാസ്റ്റ് ഇപ്പം ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്കൊരു ഫുഡ് കഴിച്ചായിരുന്നു, ഒരു വെജിറ്റേറിയൻ. അത് ന്യൂ വസന്ത് വിഹാർ. ഇവിടെ മേൽപ്പാലം വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് ബ്രാഞ്ച് വെച്ചതാണ്. പക്ഷെ മേൽപ്പാലം വന്നതിന് ശേഷം ഇവിടെ രാജാ റോഡിൽ കച്ചവടം കുറഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ പേര് വസന്ത് വിഹാർ, മറ്റേത് ന്യൂ വസന്ത് വിഹാർ. അത് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് വന്ദനം. വന്ദന വെച്ചാൽ മൂത്ത മകളുടെ പേരാണ് വന്ദന. അപ്പോൾ അതാണ് വന്ദനം എന്ന് പേരിട്ട്. അതിൽ എന്തൊക്കെ ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഫുഡിനെ കുറിച്ച് എന്താണ് നമ്മളുടെ വെറൈറ്റി ഫുഡുകൾ എന്തൊക്കെയാണ്? വെറൈറ്റി ഇപ്പോൾ തുടങ്ങിയത്
വെജല്ല, വെജും നോൺ വെജും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി ഫുഡ് കൊടുക്കുക. ഇപ്പോൾ കുറേ സ്റ്റാർ ഹോട്ടൽസൊക്കെ ഉണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ടച്ചൊന്നുമില്ല. ജസ്റ്റ് പോയി കഴിക്കാം, സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാം, ആ ഒരു ഫീലിംഗ്. അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക. പിന്നെ ചതിയോ വഞ്ചന അതിൽ ചെയ്യാതെ പോവുക, അത്രേ ഉദ്ദേശമുള്ളത്. എയിം അത്രയാണ്, ലക്ഷ്യം. അപ്പം അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇപ്പം ഞങ്ങൾ വരുമ്പോഴും നല്ല തിരക്കായിരുന്നു. അത് ഞാൻ തന്നെ കഴിച്ച നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു. ഈ തിരക്ക് അനുഭവപ്പെടാനുള്ള കാരണം? തിരക്ക് അനുഭവപ്പെടാനുള്ള കാരണം ഒന്ന് ടേസ്റ്റ് ഫുഡ്, ഒന്ന് ക്ലീന്, വൃത്തി വേണം, പിന്നീട് നല്ല സ്റ്റാഫ് വേണം, ഹോസ്പിറ്റാലിറ്റി വേണം, നല്ല ആൾക്കാർ വന്നവരോട് നല്ലൊരു പെരുമാറും. അപ്പോൾ നമുക്കിവിടെ ഈ മലയാളികളാണോ ഉള്ളത്, അതോ മലയാളികളാണോ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്, മലയാളീസുണ്ട്.